കർണാടകയിലെ ചിക്കമംഗളൂരുവിലെ പാകിസ്ഥാൻ സ്നേഹികളെ കടന്നാക്രമിച്ച കേന്ദ്രമന്ത്രി ശോഭാ കരന്തലജെ പാകിസ്ഥാനെ സ്നേഹിക്കുന്ന ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ ടിപ്പു സുൽത്താനെ മഹത്വവൽക്കരിക്കുകയും പാകിസ്ഥാനി മുജാഹിദീൻ എന്ന മുദ്രാവാക്യങ്ങൾക്ക് നൃത്തം ചെയ്യുകയും ചെയ്തത് ഭാരതത്തിന്റെ ഐക്യത്തിനും പരമാധികാരത്തിനും നേരെയുള്ള വെല്ലുവിളിയാണെന്ന് ശോഭാ കരന്തലജെ അഭിപ്രായപ്പെട്ടു. ചിക്കമംഗളൂരുവിൽ അരങ്ങേറിയത് വെറുമൊരു പ്രകോപനം മാത്രമല്ല, അത് ഭാരതത്തിന്റെ ഐക്യത്തിനും പരമാധികാരത്തിനും നേരെയുള്ള വെല്ലുവിളിയാണെന്ന് ശോഭാ കരന്തലജെ എക്സിൽ കുറിച്ചു. ഇതാണ് കോൺഗ്രസ് പ്രീണന രാഷ്ട്രീയം എങ്ങനെയാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാമെന്നും ചൂണ്ടിക്കാട്ടിയ അവർ, മുഖ്യമന്ത്രി DK ശിവകുമാറും ആഭ്യന്തരമന്ത്രി പ്രിಯಾಂക് ഖാർഗെയും ആളുകൾ പരസ്യമായി പാകിസ്ഥാനി മുജാഹിദീനെ മഹത്വവൽക്കരിക്കുകയും അക്രമാസക്തമായ മുദ്രാവാക്യങ്ങൾ ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ യാതൊരു നടപടിയും എടുക്കുന്നില്ലെന്ന് അവർ ചൂണ്ടിക്കാട്ടി. ഈ ഭീഷണികൾ ആർക്കെതിരെയാണ് എന്ന് നിയമം അനുസരിക്കുന്ന ഓരോ പൗരനും ചോദിക്കാൻ അവകാശമുണ്ടെന്ന് അവർ കൂട്ടിച്ചേർത്തു. ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങളിലൂടെ ഏതൊക്കെ നിരപരാധികളായ കുടുംബങ്ങളെയും കുട്ടികളെയുമാണ് ലക്ഷ്യമിടുന്നത് എന്നവർ ചോദിച്ചു. എക്സ് പോസ്റ്റിൽ വീഡിയോ പങ്കുവച്ചായിരുന്നു ശോഭാ കരന്തലജെ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ചത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനും രാഷ്ട്രീയ സ്വാർത്ഥതയ്ക്കും വേണ്ടി DK ശിവകുമാറും പ്രിಯಾಂക് ഖാർഗെയും നിയമവാഴ്ചയെ ബലിയർപ്പിക്കുകയും പൊതുജന വിശ്വാസത്തെ ദുർബലപ്പെടുത്തുകയും രാജ്യത്തിന്റെ സമാധാനവും ഐക്യവും അപകടത്തിലാക്കുകയും ചെയ്യുന്നുവെന്ന് ശോഭാ കരന്തലജെ ചൂണ്ടിക്കാട്ടി. ജനം, ഡൽഹി.